പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നമുക്ക് OG ബ്ലഡ് ലൈൻ്റെ ഭാഗമായി കാണാൻ സാധിച്ച സ്റ്റോറി ലൈനുകളെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ്സ് ആണ്. നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ജിമ്മി ഊസോയുടെ അപ്പിയറൻസ് ആണ് കാണാൻ സാധിച്ചത്. ജിമ്മി ഊസോയുടെ കാലിന് ഇഞ്ചുറി പറ്റി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിൽ ആ കയ്യിലൊരു ക്രച്ചറൊക്കെ പിടിച്ചിട്ടാണ് ജിമ്മി ഊസോ റിങ്ങിലേക്ക് വരുന്നത്. മൈക്ക് എടുത്തുകൊണ്ട് ജിമ്മി ഊസോ സംസാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചാണ് ജിമ്മി ഊസോ സംസാരിക്കുന്നത്. റോമൻ റിയൻസിൻ്റെ ഒപ്പം ചേർന്നതും മെയിൻ ഇവൻ്റ് ജെ ഊസോ എന്ന സഹോദരൻ്റെ ഒപ്പം ചേർന്നതും ഇപ്പോൾ സോളോ സിക്കോവ നേടിയെടുക്കുന്ന ഈ അച്ചീവ്മെൻറ്റുകളെ കുറിച്ചിട്ടുമൊക്കെ ജിമ്മി ഊസോ സംസാരിക്കുന്നുണ്ട്. കൂടാതെ ജിമ്മി ഊസോ പറയുന്നുണ്ട് റോയൽ റംബിളാണ് വരാൻ പോകുന്നത്, താൻ റോയൽ റംബിളിൽ പങ്കെടുക്കുമെന്നുള്ളത്. ചിലപ്പോൾ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പിന് വരെ ഞാൻ ചലഞ്ച് ചെയ്തേക്കാം എന്നുള്ളതും ജിമ്മി ഊസോ പറയുന്നുണ്ട്. അപ്പോൾ ജിമ്മി ഊസോ അങ്ങനെ പറഞ്ഞ് ബാക്ക് സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടി തിരിയുന്ന സമയത്താണ് ഡ്രൂ മാക്കൻഡയറിൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആക്രമണം. ക്ലൈമർ കിക്ക് കൊടുത്തുകൊണ്ട് ഡ്രൂ ആക്രമിക്കുന്നു. 2-3 പഞ്ച് ചെയ്യുന്നതിന് മുൻപ് തന്നെ മറ്റ് ഒഫീഷ്യൽസും റഫറീസും വന്നിട്ട് ഡ്രൂവിനെ അവിടെ നിന്ന് മാറ്റി നിർത്തുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ റോമൻ റിയൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ CM പങ്കിൻ്റെ കൂടെ നിന്ന താരങ്ങളെയെല്ലാം ആക്രമിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഡ്രൂ മാക്കൻഡയർ നിലവിലുള്ളത്. അതിന് പ്രകാരം ആദ്യം ജെ ഊസോയെ ബാക്ക് സ്റ്റേജിൽ വെച്ച് ആക്രമിച്ചു, പിന്നീട് സാമിയെ ആക്രമിച്ചു, പിന്നീട് ഇതപ്പോൾ ജിമ്മി ഊസോയെയും ആക്രമിച്ചു. അപ്പോൾ ഡ്രൂ ഈ ഇപ്പോഴത്തെ OG ബ്ലഡ് മെമ്പേഴ്സിനെതിരെ ആക്രമിക്കുന്നതിലൂടെ ഡ്രൂ വേഴ്സസ് റോമൻ തമ്മിലുള്ള ഒരു മത്സരം വരുന്നതിൻ്റെ സാധ്യതകൾക്കും ഇന്നത്തെ സ്മാക്ഡൗണിലൂടെ വലിയ വാതിൽ തുറന്നിരുന്നതായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. രണ്ടാമത്തെ അപ്ഡേറ്റ്, റോമൻ റിയൻസിൻ്റെ നെക്സ്റ്റ് മാച്ച് കൺഫേം ആയിരിക്കുന്നു. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റോമൻ റിയൻസിൻ്റെ നെക്സ്റ്റ് മാച്ച് റോ നെറ്റ്ഫ്ലിക്സിലേക്ക് പ്രീമിയർ ചെയ്യപ്പെടാൻ പോകുന്ന ജനുവരി 7-ാം തീയതിയിലെ ആദ്യ എപ്പിസോഡിലായിരിക്കും നടക്കാൻ പോകുന്നത്. അത് ഇന്നത്തെ സ്മാക്ഡൗണിന് ഇടയിലൂടെ റോമൻ റിയൻസ് തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. എതിരാളി മറ്റാരുമല്ല, സോളോ സിക്കോവ ആയിരിക്കും. ഉലാഫാലയ്ക്ക് വേണ്ടിയിട്ടുള്ള മത്സരമായിരിക്കും നടക്കാൻ പോകുന്നത് എന്നുള്ളതും റോമൻ റിയൻസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ട്രൈബൽ ചീഫ് വേഴ്സസ് ട്രൈബൽ ചീഫ് തമ്മിലുള്ള ഒരു ടാഗ് ലൈനാണ് മത്സരത്തിന് റോമൻ റിയൻസ് തന്നെ കൊടുക്കുന്നത്. കൂടാതെ ട്രൈബൽ കോമ്പാക്റ്റ് റൂൾസ് ആയിരിക്കും മത്സരത്തിന് എന്നുള്ളതും റോമൻ റിയൻസ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഒരു നോ DQ മത്സരത്തിന് സമാനമായിട്ടുള്ള ഒരു മത്സരമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ റോ നെറ്റ്ഫ്ലിക്സിലേക്ക് പ്രീമിയർ ചെയ്യപ്പെടാൻ പോകുന്ന ഈ ഒരു ഷോ ഒരു റെസൽമേനിയ ടൈപ്പ് ഷോ ആയിട്ട് തന്നെയാണ് WWE ഇപ്പോൾ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. 2022 ശേഷമുള്ള റോമൻ റിയൻസിൻ്റെ ഒരു മത്സരം റോയിൽ നടക്കാൻ പോകുന്നു. കൂടാതെ 2019 ശേഷമുള്ള ആദ്യ സിംഗിൾസ് മത്സരമാണ് റോ എപ്പിസോഡിൽ വന്നിട്ട് റോമൻ റിയൻസ് കളിക്കാൻ പോകുന്നത്. ഇതിനു മുൻപ് കളിച്ച മത്സരങ്ങൾ ടാഗ് ടീം മത്സരമൊക്കെ ആയിരുന്നു. 2019 ശേഷമുള്ള ആദ്യ 1-on-1 മത്സരമാണ് സോളോ സിക്കോവയ്ക്കെതിരെ ഉലാഫാലയ്ക്ക് വേണ്ടി റോമൻ റിയൻസ് കളിക്കാൻ പോകുന്നതും. അതും ഇപ്പോൾ WWE അല്ലെങ്കിൽ റോമൻ റിയൻസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ റോ നെറ്റ്ഫ്ലിക്സിലേക്ക് മാറ്റുന്ന ആദ്യത്തെ എപ്പിസോഡ് കിടിലമായിരിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. റോമൻ റിയൻസിൻ്റെ നെക്സ്റ്റ് മാച്ച് ഉറപ്പായിരിക്കുന്നു. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.